മലങ്കര കത്തോലിക്ക സംഗമം ആവേശകരമായ തുടക്കം കുറിക്കുന്ന ദിവസമാണെന്ന്. പ്രത്യേകിച്ചും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രയാണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് പിതാക്കന്മാരുടെ കബറിടത്തിൽ നിന്നും പത്തനംതിട്ട ഭദ്രാസനത്തിലെ വിവിധ വൈദിക ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച പ്രയാണങ്ങൾ അടൂരിൽ എത്തി സമ്മേളന നഗരിയിൽ പരിശുദ്ധ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ തിരുമേനി പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന നഗരിയിലെ വിവിധ പരിപാടികൾ ആരംഭിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന് വൈകിട്ട് 6 മണിക്ക് തുടക്കം കുറിക്കും. തുടർന്ന് സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യയാണ്. നാളെ മുതൽ 3 ദിവസം വൈകുന്നേരം 5:30 മുതൽ വചനവർഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ നയിക്കുന്ന വചന പ്രഘോഷണമാണ്. 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പരിശുദ്ധ സുനകദോസ് പത്തനംതിട്ട അരമനയിൽ വെച്ച് ബിഷപ്സ് ഹൗസിൽ വെച്ച് കൂടുന്നുണ്ട്. 1:30 മുതൽ 3 വേദികളിലായി അൽമായരും യുവജനങ്ങളും കുട്ടികളും സംഗമിക്കുകയാണ്. അന്ന് വൈകുന്നേരം 19-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ഒരു എക്യുമെനിക്കൽ സമ്മേളനമാണ്, പ്രാർത്ഥനാ സമ്മേളനമാണ്. നിക്കിയ സുനകദോസിൻ്റെ 1700ാമത് വാർഷികം എല്ലാ സഹോദരി സഭകളുടെയും പ്രതിനിധികൾ അഭിനന്ദ പിതാക്കന്മാർ സംബന്ധിക്കുന്നുണ്ട്. 20-ാം തീയതി രാവിലെ 8 മണിക്കാണ് ആഘോഷമായ വിശുദ്ധ കുർബാന സമൂഹ ബലി. അതിന് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്വത്തിൽ അഭിനന്ദ പിതാക്കന്മാരെല്ലാവരും സംബന്ധിക്കുന്നു. അന്ത്യോക്യയിൽ നിന്നും എത്തിയിട്ടുള്ള സുറിയാനി കത്തോലിക്ക പാത്രിയർക്കി അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുള്ള ടീം അംഗങ്ങൾ ഈ ശുശ്രൂഷകൾ ആദ്യ അവസാനം സംബന്ധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവരും ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ സഭാ സംഗമം പത്തനംതിട്ട പ്രദേശത്ത് വലിയ ഉണർവ് പകർന്നിട്ടുണ്ട്. സഹോദരി സഭകളും എല്ലാ സമുദായ അംഗങ്ങളും വളരെ ഹൃദ്യമായി ഇതിൻ്റെ ശുശ്രൂഷകളോട് പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഈ നാടിൻ്റെ സാമുദായിക സൗഹാർദ്ദവും ഇവിടെ നിലനിൽക്കുന്ന ആത്മീയമായ അന്തരീക്ഷവും പോഷിപ്പിക്കുവാൻ ഈ കൂടിവരവ് സഹായിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, പങ്കാളിത്തം ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.